അപ്പൊ ദേ നമ്മൾ ഇന്നൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാന് കൂന്തല് ഐസ് പോകാൻ വേണ്ടി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പൊ ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്ന് റോസ്റ്റ് ആക്കാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂന്തൽ റോസ്റ്റ്. ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴുകുവാല്ലേ. അപ്പൊ ദേ നമ്മുടെ കൂന്തല് കഴുകുവാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ഓൾറെഡി ക്ലീൻ ചെയ്താണ് വാങ്ങുന്നത് കേട്ടോ. അപ്പൊ നമ്മളിത് കൊണ്ടുവന്നിട്ട് അതിന്റെ തലയൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് കൂന്തൽ റോസ്റ്റ് കറി വെക്കാനുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞെടുക്കാമേ. പുതിയ കട്ടിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ അലുമിനിയത്തിന്റെ പാത്രത്തിലിട്ട് അടുപ്പിലിട്ട് കട്ട് ചെയ്യുമ്പോഴേ ടക്ക് ഭയങ്കര ഒച്ചയാണ്. ഇതിന് ഒച്ചയൊക്കെ ഉണ്ട്, എന്നാലും അത്രയും പ്രശ്നമില്ലല്ലോ. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. നല്ല ഭംഗിക്കൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കണേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ അതേ തക്കാളി ഒക്കെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി എടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു. അപ്പൊ അതേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. കടുകും പെരുംജീരകവും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം വഴണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാമേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. So 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി,
കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ നല്ലവണ്ണം ഇളക്കി കൊടുക്കാമേ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത് കുറച്ച് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല ചുവന്നിരിക്കുന്ന കൂന്തൽ റോസ്റ്റ് അല്ലേ കൊണ്ടുവരിക. വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2-3 ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു പുളി വരാൻ വേണ്ടിയിട്ടാണ്. തക്കാളി ഇട്ടിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു പുളി കൂന്തലിന് നല്ലതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം. ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പൊ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കണേ. ഇത് കണ്ടോ, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നതാണ്. അപ്പൊ ഈ വെള്ളം മുഴുവനും ഒന്ന് വറ്റി വരണം. ഇത് അധികം വേവിച്ച് കളയരുത്. വേവിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയി പോവും. ചെമ്മീൻ പോലെ തന്നെയാണ്. നല്ലവണ്ണം തിളച്ച് വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ലേശം കുരുമുളക് പൊടി ഇതിന്റെ മുകളിൽ വിതറി കൊടുക്കാവേ. ഒന്നുകൂടി ഇളക്കാം. സ്പൈസി ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ കുരുമുളക് പൊടി വീണ്ടും ചേർക്കേണ്ടതുള്ളൂ. ഉപ്പ് നോക്കട്ടെ. ഒരു ചെറിയ പുളിരസമുണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ് കേട്ടോ. നമുക്ക് തീ നിർത്തി കൊടുക്കാം. കുടംപുളി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നാരങ്ങ ആകുമ്പോൾ പെട്ടെന്ന് പുളി പിടിക്കും. കുടംപുളി ആകുമ്പോൾ കുറച്ച് സമയം ഇരുന്നാലേ പുളി പിടിക്കത്തുള്ളൂ. അപ്പം ഇതൊന്ന് ആറി വരുമ്പോഴത്തേക്കും അതിൽ പുളി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കൂന്തൽ റോസ്റ്റ്. എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് എങ്ങനെയുണ്ട്?